നമസ്കാരം. ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 1298 ആണ്ട് ധനുമാസം 9-ാം തീയതിയാണ്, അല്ലെങ്കിൽ 2022 ഡിസംബർ മാസം 24-ാം തീയതി. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. നാളെ ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ആദ്യമേ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഇന്ന് പൂരാടമാണ് നക്ഷത്രം. ഇന്നത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങളാണ് 27 നക്ഷത്ര സമൂഹങ്ങളിൽ ജനിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സ്വന്തം പ്രവർത്തനങ്ങളെ ആരും ചോദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ചുണ്ട്. പലപ്പോഴും സഹായിക്കാൻ എത്തുന്നത് തന്നെ കൈകടത്തൽ എന്ന നിലയിൽ വ്യാഖ്യാനിക്കുന്ന അത്തരം സ്വഭാവ രീതികൾ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ക്ഷോഭകോപാദികളെ കഴിവതും നിയന്ത്രിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. എന്ത് കാര്യത്തിന് മുതിരുമ്പോഴും വരുംവരായികകളെ പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ഒരിക്കലും സന്ദർഭോചിതമായി കാര്യങ്ങളെ മാറ്റി പറയാൻ ശ്രമിക്കുക. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും കരുതലോടുകൂടി ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. ചെറിയ തോതിൽ ചതിവുകളൊക്കെ സംഭവിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് കാണുന്നുണ്ട്. കഴിവതും നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുക. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പ്രായോഗിക ബുദ്ധി നല്ലതുപോലെയുള്ള ആളുകളാണ് നിങ്ങൾ. അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായിട്ടുണ്ടാകുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മാധ്യസ്ഥം വഹിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. ഗവേഷണത്തിലും അന്വേഷണത്തിലും മറ്റും താല്പര്യത്തോടു കൂടി പെരുമാറുന്ന ഒരു സ്വഭാവ രീതിയും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം. ഗവേഷണവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കും പ്രയോജനകരങ്ങളായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മകീര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാ കാര്യത്തിലും ഒരു രഹസ്യ സ്വഭാവം പുലർത്താൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനം. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കഴിവതും പാതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. എന്ത് കാര്യത്തിനും മുതിരുമ്പോഴും വരുംവരായികകളെ പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പെരുമാറാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഏറ്റെടുക്കുന്ന ഏത് കാര്യവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട്. ആ കഴിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതാണ് കൂടുതൽ ഗുണകരം. എതിർപ്പുകൾക്ക് കീഴടങ്ങാതെ അവസാന നിമിഷം വരെ പോരാടി മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. എന്ത് ചെയ്യുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ വരുംവരായികകളെ പറ്റി നല്ലതുപോലെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പുണർദ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മാനസികമായി കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഏറുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടാകാം. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് വിജയം നേടുന്നതിനും നിങ്ങളെ സംബന്ധിച്ച് സാധിക്കും. പുയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയായി തീരുന്ന ഒരു ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സംയമനത്തോടു കൂടി ചെയ്യാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ മിതത്വവും നിയന്ത്രണവും പുലർത്താൻ ശ്രമിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടം ഉണ്ടാക്കും. അയിലി നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ആലോചിച്ച് മാത്രം ചെയ്യാൻ നോക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം. എടുത്തുചാട്ടം മൂലമുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. എല്ലാവരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നമുക്കൊരു കോള് വന്നിട്ടുണ്ട്. ആരാ വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഇവിടെ വിളിച്ച തളിപ്പറമ്പെന്ന് വിളിക്കുന്നതാണ്. ഈ ജ്യോതിഷത്തിന്റെ ജ്യോതിഷത്തിനകത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുക. പറഞ്ഞാട്ടെ. ഇത് ജ്യോതിഷം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നക്ഷത്രത്തിൽ ഇപ്പൊ എന്തോ നടക്കുന്നത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ച. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 2-5-1945. സമയം പറയാൻ കഴിയില്ല. 2-5-1945 കാർത്തിക നക്ഷത്രം. പക്ഷെ എന്താ അറിയാ, 2-5-45 മൂലമാണ് നക്ഷത്രം. കാർത്തിക വരുമ്പോ വേറെ ഏതോ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. 2-5 തന്നെയാണോ? എനിക്ക് തോന്നുന്നു 2-5-45 അല്ലേ പറഞ്ഞേ? എനിക്ക് തോന്നുന്നത് 2-5-46 ആണെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത്. 2-5-45 നക്ഷത്രം കാർത്തികയല്ല, മൂലമാണ് വരുന്നത്.
ഹലോ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം ചേട്ടാ മുക്കാലാണ് ചേട്ടാ 2-5-45 കാർത്തിക അല്ല നാള് വരുന്നത്, മൂലമാണ് നാള് വരുന്നത്. കാർത്തിക നക്ഷത്രം പൂരല്ല, ശരിക്കും പറഞ്ഞ പൂരല്ല. അല്ല ചേട്ടാ, എല്ലാ ദിവസക്കാർക്കും ഞാൻ നോക്കിയതാണ്. ചേട്ടാ ഞാനൊന്ന് മുഴുവൻ പറഞ്ഞൊന്ന് തീർത്തോട്ടെ. ഞാൻ പറഞ്ഞത് 2-5-45 കാർത്തിക അല്ല നക്ഷത്രം വരുന്നത്, മൂലമാണ് നക്ഷത്രം വരുന്നത്. 2-5-46 കാർത്തിക നക്ഷത്രം വരും. അപ്പൊ 45 അല്ല 46 ആകണം കാർത്തിക നക്ഷത്രം വരാൻ. അപ്പൊ ജ്യോത്സ്യന്മാർ ഈ 45 കാർത്തികയാണെന്ന് പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കാർത്തിക നക്ഷത്രം ഇപ്പൊ നോക്കല്. അല്ല, അത് ഞാൻ സമ്മതിച്ചു. 2-5-45 കാർത്തികയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലല്ല, അതിന് നമ്മൾ നോക്കാം. സർട്ടിഫിക്കറ്റിനകത്തുള്ള പേര് മാത്രം ഞാൻ നിങ്ങൾക്ക് ധരിപ്പിക്കാം. അന്ന് ജാതകത്തിന്റെ അകത്ത് അവര് കാർത്തിക നക്ഷത്രം പറഞ്ഞിട്ടാണ്. അല്ല, അത് ഏത് വർഷമാണ് എഴുതിയേക്കുന്നേ? അതൊന്നും എനിക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. ചേട്ടൻ പറയുന്ന ഈ 45 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിലുള്ളതായിരിക്കാം. ചേട്ടന്റെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2-5-46 ആണ്. അന്നാണ് കാർത്തിക വരുന്നത്. അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്, മേടമാസം 19-ാം തീയതിയാണ്. അന്നാണ് കാർത്തിക നക്ഷത്രം. എന്തോ അല്ല, കന്നിയിലെ കാർത്തിക പറഞ്ഞേ. കന്നിയിലെ കാർത്തിക. കന്നിയിലെ എങ്ങനെയാ ചേട്ടാ മെയ് മാസം വരുന്നത്? മെയ് എന്ന് പറയുന്നത് മേടമാസം അല്ലേ വരുന്നത്? മെയ് 2 എന്ന് പറഞ്ഞാ, അതായത് ഏപ്രിൽ 14 മേടം 1 തുടങ്ങുന്നു. അന്നേരം മെയ് 2 എന്ന് പറയുന്നത് മേടമാസം അല്ലേ? എനിക്കത് അറിയില്ല. കന്നിയിലെ കാർത്തിക മുക്കാല. കന്നിയിലെ കാർത്തിക വരുമ്പോഴേ, ഒരു മിനിറ്റ് ചേട്ടാ ഞാൻ നോക്കട്ടെ. കന്നിയിലെ കാർത്തിക വരുന്നത് ഒക്ടോബറിലാണ് വരുന്നത്. ഒക്ടോബറില, സെപ്റ്റംബർ ലാസ്റ്റ് വരും. എന്തോ സാറേ ചേട്ടൻ്റെ അപ്പോൾ കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര 4. ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. 26-ാം തീയതി വരും കാർത്തിക. അതായത് 1945 സെപ്റ്റംബർ 26. അന്ന് കന്നി 10, ഒരു ബുധനാഴ്ചയാണ് കാർത്തിക വരുന്നത്. എന്താണെങ്കിലും ഇപ്പൊ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ചേട്ടൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചോണം കാർത്തിക ആണെങ്കിൽ. എന്തോ ചേട്ടാ, സാമ്പത്തികമായും കുറച്ച് ചെലവുകളൊക്കെ വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോണം കേട്ടോ. വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോഗ്യവും സാമ്പത്തികവുമാണ് ഇപ്പൊ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ശരി ചേട്ടാ. നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, മകളുടെ കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ട്. ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ, ഹരി പത്തനാപുരാണ്. നമസ്കാരം. നമസ്കാരം. പറയൂ. ഞാൻ എന്റെ മകളുടെ കാര്യം പറയാമോ ചേട്ടാ? ഡേറ്റ് ഓഫ് ബർത്ത് ഒരു സെക്കൻഡ് ഞാൻ എഴുതിയിരുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് 13/07/1998. 03/07/1998. ടൈമോ? സമയം 9:15 രാവിലെ. രാവിലെ. ചിത്ര നക്ഷത്രം. ചോദ്യാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ തന്നെയാണോ 9:15? ടൈം 9:15 നൈറ്റ്. സോറി, നൈറ്റ് 9:15 ഓക്കെ. രാവിലെ ഫ്രൈഡേ ആണ്, മിഥുനം 19-ാം തീയതി, വെള്ളിയാഴ്ച ദിവസമാണ്. ചേട്ടാ മോളെ സംബന്ധിച്ച് കല്യാണം നടന്നില്ല അല്ലേ? നടന്നില്ല. ഇപ്പൊ കടന്ന് നടക്കാന്ന് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വേണ്ട ചേട്ടാ, നമുക്ക് കുറച്ച് ധൃതിയൊന്നും അത്ര വേണ്ട. കാരണം മോളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ജോലിക്ക് ഒരു ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരാളാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ധൃതി പിടിക്കേണ്ട. 2025 പകുതി വരെയൊക്കെ സമയമുണ്ട്. എന്നുവെച്ചാൽ അത്രയും നമ്മൾ നീട്ടിക്കൊണ്ട് പോകണമെന്നല്ല. ഇപ്പൊ വ്യാഴദശയാണ്, ശുക്രന്റെ അപഹാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ആലോചനയൊക്കെ വരും ചേട്ടാ. ചിലപ്പോൾ കുറച്ചെണ്ണം അടുത്ത് വരെ വന്നിട്ട് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പാപദോഷം, നമ്മൾ ഈ ജ്യോതിഷത്തിലെ പൊരുത്ത നിയമം അനുസരിച്ച് പാപദോഷം ഉള്ള ഒരു ജാതകമാണ്. അപ്പം അതുകൊണ്ട് 7-ാം ഭാവത്തിൽ തന്നെ പാപഗ്രഹം നിൽക്കുന്ന പുരുഷന്റെ ജാതകം ഉണ്ടെങ്കിൽ അത് യോജിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. 7-ാം ഭാവത്തില് പാപഗ്രഹം നിൽക്കുന്ന പുരുഷന്റെ ജാതകം ഉണ്ടെങ്കിൽ
അത് യോജിപ്പിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അത് ശരി. നല്ല ജാതകവുമാണ്, നല്ല രീതിയിൽ പോകാൻ കഴിയുന്ന കുട്ടിയാണ്. അതിനുവേണ്ടി ശ്രമിക്കുക, നല്ല ജോലി കിട്ടും, സ്വന്തം കാലിലൊക്കെ നിൽക്കാനൊക്കെ കഴിയുന്ന ജാതകമാണ്. 10ൽ ചന്ദ്രനൊക്കെ നിന്നാൽ ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, തനോ സകാശാത് ദശമേ ശശാങ്കേ വൃത്തിർഭവേതസ്യ നരസ്യ നിത്യം നാനാ കലാ കൗശല വാഗ്വിലാസേ സർവോദ്യമേ സാഹസകർമ്മ പിച്ച എന്നൊക്കെ പറഞ്ഞ പദ്യമുണ്ട്. എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കാൻ കഴിയും, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും, ഒത്തിരി എന്നൊക്കെ പറയുന്നുണ്ട് ജ്യോതിഷത്തിൽ തന്നെ. അപ്പൊ അതിന് സാധിക്കും. അല്ലാണ്ട് ശരിക്കും ഞങ്ങളുടെ ലൈഫ് മുഴുവനും ഞങ്ങൾ വിശാഖപട്ടണത്തായിരുന്നു, ആന്ധ്രയില്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു കൾച്ചറിലേക്ക് മാറാൻ വേണ്ടിയിട്ടാണ് മോള് ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങള് ഇവിടെ ആലുവയിൽ വന്ന് താമസിക്കുന്നതേ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട, നല്ലൊരു പയ്യനെയൊക്കെ കിട്ടും, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. ചേട്ടൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയാൽ. സാർ പറഞ്ഞ മാതിരി തന്നെ ഞങ്ങൾ വീട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. വീട് ഇപ്പൊ ഞങ്ങൾ വാങ്ങിച്ചത് അന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 2020 സാർ പറഞ്ഞ അതേ, ഞാൻ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു എനിക്ക്. വിളിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ടെൻഷൻ. എന്തായാലും ചേട്ടാ പിന്നെയും സംസാരിക്കാൻ കഴിഞ്ഞല്ലോ. മെസ്സേജ്. ശരി, താങ്ക് യു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള ശേഷം നമുക്ക് വളരെ വേഗം മടങ്ങിയെത്താം. കാത്തിരിക്കുക.